ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് വേൾഡ്. നമ്മൾ ഇന്നൊരു ബംഗാളി സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്, റാസ്ബോറ. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നല്ലോണം മെൽറ്റാവാൻ വെക്കാം. അപ്പോൾ നെയ്യ് ഇവിടെ റെഡിയായി. അതിലേക്ക് 1/2 കപ്പ് റവയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇത് നന്നായി വറുത്തെടുക്കണം. നെയ്യിലൊക്കെ വറുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ സ്വീറ്റ്സിന്. ഇപ്പോൾ റവ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാല് നന്നായി വറ്റി വരണം. അതുവരെ നമുക്കിത് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം. പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാവുന്നത് വരെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് സെറ്റാവും. ഒരു 3 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് റെഡിയാവും. നമ്മുടെ മാവ് റെഡിയായി. അപ്പോൾ ഈ മാവ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്യാം. നന്നായി കുഴച്ചെടുക്കുക. നിങ്ങളുടെ അടുത്ത് പാൽപ്പൊടി ഇല്ലെങ്കിൽ മൈദപ്പൊടി 2 ടീസ്പൂൺ ഇട്ടാലും മതി. അപ്പോൾ പൊടി മുറുകി പോവുകയാണെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുത്ത് സോഫ്റ്റാക്കുക. മാവ് നല്ല സോഫ്റ്റാക്കി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെറിയ പോർഷൻ എടുത്ത് നമുക്ക് ഉരുട്ടി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് കയ്യിൽ എണ്ണ തടവിയാലും മതി. മാവ് എല്ലാം ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. തിരിച്ചും മറിച്ചിട്ട് വേവിച്ചുകൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ മാത്രമേ തീ വെക്കാവൂ, ഇല്ലെങ്കിൽ ഉള്ളു വേവാതെ കരിഞ്ഞു പോവും. രണ്ട് സൈഡും ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായി 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് അളവ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഷുഗർ കുറച്ച് നേരം ഒന്ന് തിളച്ചാൽ മതി. ഒറ്റനൂൽ പരുവാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണ്ട. ഞാൻ അതിലേക്ക് ഒരു ഏലക്കായ ഇട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഷുഗറൊക്കെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ച ബോൾസ് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ ഇതിൽ പിടിച്ച് നല്ല ടേസ്റ്റായി വരും. നമുക്കിത് ഡെസേർട്ടായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ 1 മണിക്കൂർ നമ്മുടെ ക്ഷമയോടെ കാത്തിരുന്ന് നമ്മുടെ സ്വീറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിറപ്പ് കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.